നമസ്കാരം. രണ്ട് ലോകോത്തര കമ്പനികളിലെ ഫ്രഷർ ഹയറിംഗ് ആണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഫ്രഷേഴ്സ് എന്ന് പറയുമ്പോൾ 2026 പാസ് ഔട്ട് ആകാൻ പോകുന്നവർ മുതൽ 27 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്ക് വരെ അവസരങ്ങളുണ്ട്. അതും വിവിധ ക്വാളിഫിക്കേഷൻ. ഉദാഹരണത്തിന് എഞ്ചിനീയറിംഗ് ബി.ടെക് അല്ലെങ്കിൽ എം.ടെക്, അതല്ലെങ്കിൽ MCA പോലെയുള്ള ഡിഗ്രികൾ, ഇതൊന്നും അല്ലെങ്കിൽ BCom BBA പോലെയുള്ളത്, അല്ലെങ്കിൽ BCA BSc, ഇങ്ങനെ വിവിധ ഡിഗ്രിക്കാർക്ക് ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ. അതും രണ്ട് ലോകോത്തര കമ്പനിയുണ്ട്. ഒന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി അല്ലെങ്കിൽ വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ബിഗസ്റ്റ് കമ്പനിയായ റിലയൻസിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ. മറ്റൊന്ന് ഡെലോയിറ്റിലാണ്. ഡെലോയിറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ പ്രൊഫഷണൽ നെറ്റ്വർക്ക് സർവീസ് നെറ്റ്വർക്ക് കമ്പനികളിൽ നമ്പർ 1 ആണ്. അല്ലെ ബിഗ് 4 അക്കൗണ്ടിംഗ് ഫേംസിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്ന കമ്പനിയാണ് ഡെലോയിറ്റ് എന്നുള്ളത്. അപ്പൊ ഡെലോയിറ്റിന്റെ ഇന്ത്യ ഡിവിഷനിലേക്കുള്ള വമ്പൻ ഹയറിംഗും ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുവാൻ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വയിലേക്ക്. ഇതാ നോക്കുക, ഡെലോയിറ്റിന്റെ ഒഫീഷ്യൽ സൈറ്റ്. ഇവിടെ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് കാണാം. ഇത് NLA എന്നാണ് അറിയപ്പെടുന്നത്, അതായത് നാഷണൽ ലെവൽ അസസ്മെന്റ്. ഓൾ ഇന്ത്യ ബേസിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. രജിസ്ട്രേഷൻസ് ആർ ഓപ്പൺ. ഏതൊക്കെ ഹയറിംഗ് ട്രാക്സ് ആണുള്ളത്? 3 ഹയറിംഗ് ട്രാക്സ് ആണ്. ഒന്ന് എഞ്ചിനീയറിംഗ്, ഇവിടെയാണ് BTech അല്ലെ MCA M.Tech ഒക്കെ വരുന്നത്. അതല്ലെങ്കിൽ സയൻസുകാരുടെ ഹയറിംഗ് നടക്കുന്നുണ്ട്, അണ്ടർ ഗ്രാജുവേറ്റ്, അതായത് BSc BCA അങ്ങനെയുള്ളവര്. അതുകൂടാതെ കൊമേഴ്സുകാരുടെ ഹയറിംഗ് ഉണ്ട്, കൊമേഴ്സ് ആൻഡ് അലൈഡ് കോഴ്സസ് BBA BCom ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ ഹയറിംഗ്. ആദ്യം നമുക്ക് എഞ്ചിനീയറിംഗ് ഹയറിംഗിന്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഹയറിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ അതിന്റെ ആദ്യ എലിജിബിലിറ്റി ഒന്ന് സൂചിപ്പിക്കാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഹയറിൽ BTechകാർക്ക് അപ്ലൈ ചെയ്യാം. ബാച്ചിലർ ഓഫ് ടെക്നോളജി, ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ്, BTechകാർക്ക് അപ്ലൈ ചെയ്യാം. അതിനകത്ത് സ്പെഷ്യലൈസേഷൻ ശ്രദ്ധിക്കുക. കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ മറ്റ് കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീം, ഉദാഹരണത്തിന് AI/ML, ഡേറ്റ സയൻസ്, റോബോട്ടിക്സ് അങ്ങനെയുള്ളത്, അല്ലെ IT ആൻഡ് ഓൾ സർക്യൂട്ട് ബ്രാഞ്ചസ്, ഇങ്ങനെയുള്ള ബ്രാഞ്ചുകാർക്കെല്ലാം അപ്ലൈ ചെയ്യാം. ഇനി അല്ലെങ്കിൽ M.Techകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. M.Techൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, അലൈഡ് കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീം, IT ഇങ്ങനെയൊക്കെയുള്ള ബ്രാഞ്ചുകാർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ MCAക്കാർക്ക് അപ്ലൈ ചെയ്യാം. 2026 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കായിരിക്കും. 60% ഓർ ഇക്വലന്റ് CGPA നേടിയിരിക്കണം, വിത്ത് നോ ആക്റ്റീവ് ബാക്ക്ലോഗ്സ്. അതായത് റിസൾട്ട് വന്നവരെ 60% മാർക്ക് അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള CGPA ബാക്ക്ലോഗ്സ് ഇല്ലാതെ നേടിയിരിക്കണം. അപ്പം 2026 പാസ് ഔട്ട് ആകുന്ന BTech M.Tech MCAക്കാർക്ക് ഉള്ള അവസരമാണ്. ഓർക്കുക, ഇതിന്റെ പേ പാക്കേജ് സൂചിപ്പിക്കുന്നത് 4 lakh per annum എന്നുള്ളതാണ്. ഇതിലും കൂടിയ പാക്കേജ് ഉണ്ട്. ഇപ്പൊ ക്യാമ്പസിൽ വന്ന് ഹയറിംഗ് നടത്തുമ്പോൾ ഞങ്ങളുടെയൊക്കെ കോളേജിൽ നിന്ന് ഇവർ പിള്ളേരെ എടുത്തേക്കുന്നത് 6.57 lakhനൊക്കെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കുക, ഓൾറെഡി ഈ ഹയറിംഗ് ഡെലോയിറ്റിന്റെ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ അറ്റൻഡ് ചെയ്തവര്, അതായത് ഞങ്ങളുടെ ക്യാമ്പസ് ഉൾപ്പെടെ ചില ക്യാമ്പസുകളൊക്കെ കേരളത്തിൽ വന്നിരുന്നു, അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർ ഇനി അപ്ലൈ ചെയ്യേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാത്ത ഈ എലിജിബിലിറ്റി ഉള്ള കേരളത്തിലെയോ ഇന്ത്യയിലോ ഏത് ക്യാമ്പസിലുള്ളവർക്കും അപ്ലൈ ചെയ്യാം. BTech M.Tech MCA 2026 ബാച്ച് റിസൾട്ട് വന്നതുവരെ 60% മാർക്ക് ഉണ്ടായിരിക്കണം. 4 lakh per annum ആണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് അത് വായിച്ച് മനസ്സിലാക്കാം. ബാക്കി ഈ ജോബുമായിട്ട് ബന്ധപ്പെട്ട ജനറൽ എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ട്, അത് താല്പര്യമുള്ളവർക്ക് വായിക്കാം. ഞാൻ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അതിന്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഞാൻ ഈ രണ്ടാമത്തെ ഒരു അവസരം അത് ഒന്ന് സൂചിപ്പിക്കാം. ഈ രണ്ടാമത്തെ അവസരം എന്ന് പറഞ്ഞാൽ ഇത് സയൻസുകാർക്കുള്ളതാണ്. ഇവിടെ ഇതിന്റെ എലിജിബിലിറ്റി സൂചിപ്പിച്ചേക്കുന്നത് ശ്രദ്ധിക്കുക. 3 year ബാച്ചിലർ ഓഫ് സയൻസ്, അതായത് BSc ഡിഗ്രി ഉള്ളവർക്ക്, അതിൽ തന്നെ ബ്രാഞ്ചുകൾ കമ്പ്യൂട്ടർ സയൻസ്, IT, സൈബർ സെക്യൂരിറ്റി ഓർ എനി കോമ്പിനേഷൻ, ഈ കമ്പ്യൂട്ടർ സയൻസോ IT സൈബർ സെക്യൂരിറ്റിയുടെ ഒക്കെ ഏത് കോമ്പിനേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ BCAക്കാർക്കും അപ്ലൈ ചെയ്യാം. അവർക്ക് ഇതും 2026 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്ക് മാത്രമുള്ള അവസരങ്ങളാണ്. 60% മാർക്ക് അല്ലെങ്കിൽ ഇക്വലന്റ് CGPA നേടിയിരിക്കണം. ബാക്ക്ലോഗ്സ് കാണല്. ഓൾറെഡി അറ്റൻഡ് ചെയ്തവർ, ഇൻ ദ ലാസ്റ്റ് 6 months അറ്റൻഡ് ചെയ്തവർ വീണ്ടും അപ്ലൈ ചെയ്യേണ്ടതില്ല. ഈ സയൻസുകാർക്കുള്ള പാക്കേജ് 3.25 lakh per annum എന്നുള്ളതാണ്. ബാക്കി ഡീറ്റെയിൽസ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. ഇവിടെ വന്ന്
ക്ലിക്ക് ചെയ്ത് വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. ജനറൽ എക്സ്പെക്ടേഷൻ ഉള്ളത് നൽകിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ അവസരം കൂടി ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. മൂന്നാമത്തെ അവസരം ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു, കൊമേഴ്സ് ആൻഡ് റിലേറ്റഡ് ബ്രാഞ്ചുകാർക്കുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കാണാം. 3 ഇയർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, BBA അല്ലെങ്കിൽ BBM ബാച്ചുലർ ഓഫ് ബിസിനസ് മാനേജ്മെന്റ്, അല്ലെ BMS ബാച്ചുലർ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, അല്ലെ ബാച്ചുലർ ഓഫ് ഫിനാൻഷ്യൽ സർവീസ് BFS, അല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള ഡിഗ്രികൾ, അല്ലെങ്കിൽ ബാച്ചുലർ ഓഫ് കൊമേഴ്സ് BCom, അങ്ങനെയൊക്കെ 2026 കഴിയുന്നവർക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെയും മിനിമം 60% മാർക്ക് അല്ലെങ്കിൽ ഇക്വലന്റ് CGPA റിസൾട്ട് വന്ന പ്രകാരം നേടിയിരിക്കണം. ബാക്ക്ലോഗ്സ് കാണില്ല. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ അറ്റൻഡ് ചെയ്തവര് വീണ്ടും അപ്ലൈ ചെയ്യേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഷുഡ് നോട്ട് ഹാവ് അപ്ലൈഡ് ടു എനി പ്രൊഫൈൽ ഓഫ് Deloitte US in the last 6 months. ഇവിടെ കോമ്പൻസേഷൻ 3.25 lakh ആണ്. അപ്പം ബിടെക്കുകാർക്ക് 4 ആണെങ്കിൽ BSc, BCom, BBA, BCA അങ്ങനെയൊക്കെ ഉള്ളവർക്കെല്ലാം 3.25 lakh per annum എന്നുള്ളതാണ് പേ പാക്കേജ്. ജോബ് ഡിസ്ക്രിപ്ഷൻ ഓരോന്നിനെയും നൽകുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. പിന്നെ രജിസ്ട്രേഷൻസ് ആർ ഓപ്പൺ, അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഇതാ നോക്കുക, ഇതിന്റെ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ് കൂടെ ഞാനൊന്ന് സൂചിപ്പിക്കാം. ഓർക്കുക, ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജനുവരി 19 തീയതിയാണ്. അപ്പോൾ 19 തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേന് അതിന്റെ ലിങ്കൊക്കെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ പോയിട്ട് അതാത് നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ച് അതാത് പ്രോഗ്രാമിന് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇവരൊരു ഷോർട്ട് ലിസ്റ്റിംഗ് ഉണ്ട്. അതായത് നിങ്ങളുടെ എലിജിബിലിറ്റി ഇവർ പറയുന്ന പ്രകാരം നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഒരു ഓൺലൈൻ അസസ്മെന്റ്, അവർക്ക് ഈ അസസ്മെന്റ് ഓൺലൈനിലായിരിക്കും. സാധാരണ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് പോലെ തന്നെ ആപ്റ്റ്യൂഡ് ടെസ്റ്റ്, ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ വെർബൽ എബിലിറ്റി അങ്ങനെയൊക്കെയുള്ള ഓൺലൈൻ അസസ്മെന്റ് നടക്കും. അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് ഇന്റർവ്യൂ ഉണ്ട്, അതും ഓൺലൈനിലൂടെ ആയിരിക്കും. പിന്നീട് ഫൈനൽ റിസൾട്ട് അനൗൺസ് ചെയ്യും. നിങ്ങൾ കോളേജ് പഠനത്തിന് ശേഷം, അതായത് ജൂൺ ജൂലൈ മാസത്തിലായിരിക്കും നിങ്ങളെ ഓൺബോർഡ് ചെയ്യുക ഡെലോയിറ്റിൽ. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെയുണ്ട്, താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. ഇനി നമുക്ക് റിലയൻസിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ, പ്രത്യേകിച്ച് 2027 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്ക് റിലയൻസിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാം. റിലയൻസിന്റെ സൈറ്റിലേക്ക് വന്നാൽ ക്യാമ്പസ് പ്രോഗ്രാം എന്ന് കാണാനായിട്ട് കഴിയും. അവിടെ GET എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി പ്രോഗ്രാം, റിലയൻസ് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി പ്രോഗ്രാം. അപ്പോൾ ഇതിൽ തന്നെയാണ് ഇത് എഞ്ചിനീയേഴ്സിന് ലഭ്യമായിരിക്കുന്ന അവസരമാണ്. ഇവരിവിടെ ഒരു സൂചിപ്പിക്കുന്നുണ്ട്, റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ലാർജസ്റ്റ് റിക്രൂട്ടേഴ്സ് ഓഫ് ടാലന്റ് ഫ്രം എഞ്ചിനീയറിംഗ് ക്യാമ്പസ് അക്രോസ് ദ കൺട്രി. ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹയർ ചെയ്യുന്ന കമ്പനികളിലൊന്നാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നത്. അപ്പൊ ഇവര് വിവിധ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി പ്രോഗ്രാം. അപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു എന്താ പറയുക, ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമാണ്, സമ്മർ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. അപ്പൊ അത് ബിടെക്കുകാർക്ക് പ്രത്യേകിച്ച് 3rd ഇയേഴ്സ്, അതാണ് ഞാൻ സൂചിപ്പിച്ച 2027 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കുള്ള ഒരു അവസരമാണ് എഞ്ചിനീയേഴ്സിനുള്ള. ഇതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജാനുവരി 16 തീയതിയാണ്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതാ നോക്കുക, ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി സമ്മർ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം. ഓക്കെ, ഇതിന്റെ എലിജിബിലിറ്റി 3rd ഇയർ ബിടെക് പഠിക്കുന്നവർക്കാണ്, 2027 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കാണ്. ഇതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നിങ്ങൾ 16 തീയതി ജനുവരി വരെ നിങ്ങൾക്ക് ഇതിന് രജിസ്റ്റർ ചെയ്യാം. അൺസ്റ്റോപ്പിന്റെ പ്ലാറ്റ്ഫോമിലായിരിക്കും രജിസ്റ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു സ്ക്രീനിങ് ഉണ്ടായിരിക്കും, റിലയൻസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്ക്രീനിങ് ടെസ്റ്റ്, മിക്കവാറും ഓൺലൈനിലായിരിക്കും. പിന്നെ റീജിയണലായിട്ടുള്ള അസസ്മെന്റ് ആയിരിക്കും. അതായത് റീജിയണൽ സ്ഥലങ്ങളിൽ വെച്ചിട്ട് ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അസസ്മെന്റ് നടക്കും. അത് കോഗ്നിറ്റീവ് ടെസ്റ്റ്, സബ്ജക്ട് മാറ്റർ ഒക്കെ വെച്ചിട്ടുള്ള അസസ്മെന്റുകളായിരിക്കും. പിന്നെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും, അത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിരിക്കും. ഫൈനൽ സെലക്ഷൻ റിസൾട്ട് അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മാസത്തെ 8 വീക്സ് ഓഫ് ഇന്റേൺഷിപ്പ് ആയിരിക്കും ഇവിടെ ലഭ്യമാകുക. അത് മിക്കവാറും മെയ് ടു ജൂലൈ എന്ന സമയത്തായിരിക്കും ലഭ്യമാവുക. ബാക്കി എലിജിബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. 2027 പാസ്സാകുന്നു, അതായത് ഇപ്പോഴത്തെ 3rd ഇയർ സ്റ്റുഡൻ്റ് ആയിരിക്കണം, ബിടെക്കുകാരായിരിക്കണം. ഏതൊക്കെയാണ് എലിജിബിൾ ഡിസിപ്ലിൻസ്? കെമിക്കല്, മെക്കാനിക്കല്, ഇലക്ട്രിക്കല്, ഇൻസ്ട്രുമെന്റേഷൻ, മെറ്റലർജി, ഫയർ എഞ്ചിനീയറിംഗ്, ഇങ്ങനെയുള്ള ബ്രാഞ്ച് കഴിഞ്ഞ ഫുൾ ടൈം ബിടെക് പഠിക്കുന്നവർക്കായിരിക്കും അവസരമുള്ളത്. മിനിമം 60% മാർക്ക് അല്ലെ 6 CGPA, അത് 10th 12th ഡിപ്ലോമ കഴിഞ്ഞവരാണ്. ഡിപ്ലോമയ്ക്കും ഒക്കെ എഞ്ചിനീയറിംഗിന്റെ റിസൾട്ട് വന്നവരെയൊക്കെ 60% അല്ലെങ്കിൽ
6 CGPA നേടിയിരിക്കണം. നോ ആക്റ്റീവ് ബാക്ക്ലോഗ്സ് ഓർ നോ കേസസ് ഓഫ് ഡിറ്റൻഷൻ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് 16-ാം തീയതി ജാനുവരിയാണ്. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ ഈ FAQയിൽ ക്ലിക്ക് ചെയ്ത് അത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ 2 അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതാത് കമ്പനികളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അവർക്ക് ഈ റിക്രൂട്ട്മെന്റുകളൊക്കെ സൗജന്യമാണ്, ആർക്കും പണമൊന്നും നൽകേണ്ടതില്ല. നിങ്ങൾക്ക് ഇതേപോലെ കൂടുതൽ റിക്രൂട്ട്മെന്റ് ഡ്രൈവുകളെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. കൂടുതൽ ജോബ് വേക്കൻസികൾ അറിയണമെന്നുണ്ടെങ്കിൽ jobsbridge.com എന്ന സൈറ്റ് സന്ദർശിക്കാം. ഇതിന്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ 2 റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസും വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതേപോലെ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പം എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നിങ്ങൾക്ക് ഈ അവസരങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ ഇടാൻ മറക്കല്ല്. ഏറ്റവും ശുഭകരമായ ഒരു കരിയർ നേർന്നുണ്ട്. നന്ദി, നമസ്കാരം.